mark it. Mark your attendance, please. All of you mark your attendance. $29. Okay, Hadi, Arav. Let us start. All of you take page number 225. 225. Page number 225. Okay? Page number 225. Same as. Same as. Same as. Read the clues. In word search, find the circle 8 words that mean the same as the words in pink. Write them against the clues. Okay? പറഞ്ഞ മനസ്സിലായോ? നമുക്ക് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. 8 sentences. There are 8 sentences there. In them, there are pink letters which wrote in pink letter also. അല്ലെ, പിങ്ക് ലെറ്റർ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സും ഉണ്ട്. അതിന്റെ സെയിം മീനിങ് വരുന്ന വാക്ക് നമ്മളുടെ താഴെ കാണുന്ന ബോക്സിനകത്തുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ എത്തി നോക്കുന്നില്ലേ? പൂച്ചക്കുട്ടിയൊക്കെ എത്തി നോക്കുന്നുണ്ട് പുതിയ വാക്കുകൾ കിട്ടുമോ എന്ന്. ഓക്കെ, ഒരു എക്സാമ്പിള് ഇവിടെ ഉണ്ട്. മീന ഈസ് അൺവെൽ. മീന ഈസ് അൺവെൽ. മീനയ്ക്ക് സുഖമില്ല. അതിനു പകരം ഉപയോഗിക്കുന്ന വാക്കുണ്ടോ? ILL. ഇൽ. ഇൽ. അൺവെൽ മീൻസ് ഇൽ. ക്ലിയർ? അൺവെൽ മീൻസ് ക്ലിയർ. ഹാദി മോൻ തന്നെ ചെയ്തേ, എല്ലാം അമ്മനെ ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാം തന്നെ ചെയ്തേ. ഓക്കെ. അൺവെൽ മീൻസ് എന്താണ്? ഇൽ. ഇതുപോലെയുള്ള നെക്സ്റ്റ് വേർഡ് ക്ലോസ്. ക്ലോസിന്റെ എന്താ കണ്ടുപിടിക്കാൻ കാണിച്ചു വെച്ചേ? ക്ലോസിന്റെ കണ്ടുപിടിക്കണം. മിസ് ഹെൽപ്പ് ചെയ്യൂല, നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാ വേണ്ടത്. അതുപോലെ ലിറ്റിൽ. മിസ് മീനിങ് ഒക്കെ എല്ലാം പറഞ്ഞുതരാം മിസ്, നിങ്ങൾ കണ്ടുപിടിക്കണം. അൺവെല്ലിൻ്റെത് മാത്രം അവർ തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യണം. പ്ലീസ് ക്ലോസ് ദ ഡോർ. വാതിൽ അടയ്ക്കുക. ക്ലോസിനും അതുപോലെ പറയാൻ പറ്റിയ ഒരു വാക്ക് അതിനകത്ത് തന്നെയുണ്ട്. ഐ സോ എ ലിറ്റിൽ കിറ്റൺ. ആ ലിറ്റിൽ എന്ന വാക്കിന്റെ മീനിങ് വരുന്ന വാക്ക് അതിനകത്ത് തന്നെയുണ്ട്. ഇപ്പൊ കണ്ടുപിടിക്കണ്ട, ശ്രദ്ധിക്കാം. ക്ലാസ് കഴിയുമ്പം ചെയ്തിട്ട് മിസ്സിനെ അയച്ചാൽ മതി. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ലിറ്റിൽ എന്ന മീനിങ് വരുന്ന വാക്ക് അതിനകത്തുണ്ട്. ലിറ്റിൽ മീൻസ് ഒരു വാക്കുണ്ട് അതിനകത്ത്. ഓക്കെ, 4 ലെറ്റർ ഉണ്ട് അതിന്. അടുത്തത്, ഇറ്റ് ഈസ് എ ബിഗ് ബാസ്കറ്റ്. ഇറ്റ് ഈസ് എ ബിഗ് ബാസ്കറ്റ്. വലിയ ബാസ്കറ്റ് ആകുന്ന ആ ബിഗിന് പറ്റുന്ന ഒരു വാക്ക് അതിനകത്തുണ്ട്. ബിഗിന് പറ്റുന്ന ഒരു വാക്ക് അതിനകത്തുണ്ട്. അടുത്ത്, ദ ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. ദ ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. ഇതിന് പറ്റുന്ന ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് പറ്റുന്ന എന്തുണ്ട് അതിൻ്റെ വേർഡ് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അടുത്തതുപോലെ ഐ ആം ഹാപ്പി ടു മീറ്റ് യു. ഐ ആം ഹാപ്പി ടു മീറ്റ് യു. ഹാപ്പി എന്ന വേർഡിന് പറ്റിയത് ഒരെണ്ണമുണ്ട് അതിൻ്റെ അകത്ത്. കണ്ടുപിടിക്കാൻ പറ്റുമോ? അതോ മിസ് പറഞ്ഞു തരണോ? എന്താ ചെയ്യണ്ടേ? കുറച്ച് വിഷമമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മിസ് പറഞ്ഞുതരാം. ഏതാ വേണ്ടേ? എളുപ്പമായി അല്ലേ? മിസ് പറഞ്ഞു എളുപ്പമായി അല്ലേ? അല്ലേ? ആണോടാ?
ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ മിസ് ക്ലൂ തരാം എങ്ങനെയാ ചെയ്യണ്ടേന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ മിസ് ക്ലൂ തരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ പപ്പാതിയാവൂലേ? മുഴുവൻ ടീച്ചറും ചെയ്യണ്ട, മുഴുവൻ നിങ്ങളും ചെയ്യണ്ട. നിങ്ങൾ ചെയ്ത് അയക്കുക, തെറ്റിക്കഴിയുമ്പോൾ മിസ് അതിനകത്ത് ക്ലൂ തരും. റെഡി? തെറ്റൂല അല്ലേ? തെറ്റൂലല്ലോ? സിമ്പിൾ വേർഡ്സ് അല്ലേ? അൺവെൽ, ക്ലോസ്, ലിറ്റിൽ, ബിഗ്, ബ്യൂട്ടിഫുൾ, ഹാപ്പി, സ്കെയർഡ്, ക്വയറ്റ്. ക്ലിയർ? മീന ഈസ് അൺവെൽ മീൻസ് മീനയ്ക്ക് സുഖമില്ല, അതിന്റെ വാക്കാണ് ഇൽ. പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് ക്ലോസ് ദ ഡോർ. മിസ് ഒന്ന് പറഞ്ഞുതരാം. SHUT കണ്ടോ? SHUT കണ്ടോ? SHUT എവിടാന്ന്? SHUT മിസ്സിന്റെ ഫിംഗറിന്റെ മുകളിലായിട്ട് SHUT. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വേർഡ്സും കണ്ടുപിടിക്കാം. ഓക്കെ, മിസ്സിന്റെ അല്ലെ ലിറ്റിൽ എന്നുള്ളതിന് സ്മോൾ എന്ന വാക്കാണ് അതിൻ്റെ അകത്തുള്ളത്. ലിറ്റിൽ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ബിഗ് എന്നുള്ളതിന് എന്ത് വാക്കാ ഉപയോഗിച്ചിരിക്കുന്നേ? ബിഗ് എന്നുള്ളതിന് എന്ത് വാക്കാ ഉപയോഗിച്ചിരിക്കുന്നേ? ലാർജ് എന്നുള്ള വാക്ക്. എന്താണ്? ലാർജ് എന്നുള്ള അല്ലെ ദേവർഷ? ദേവർഷൻ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വേണ്ടാട്ടോ, ഞാൻ കാണുന്നുണ്ടേ. ഓക്കെ, ബിഗ് എന്നുള്ളതിന് ലാർജ്. ഇനി ബ്യൂട്ടിഫുൾ എന്നതിന് ഒരു നല്ല വാക്കാ ഉപയോഗിക്കുന്നത്. അത് പ്രെറ്റി എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എന്നതിന് പ്രെറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? ഇനി ബുദ്ധിമുട്ടുണ്ടോ? ആ, കിട്ടും, നോക്കിയാ കിട്ടും അല്ലേ റയാനെ? നോക്കിയാ കിട്ടൂലേ? ഹാപ്പി എന്നതിന് എന്ത് പകരമാണ്? ഹാപ്പി എന്താടോ ഹാപ്പിക്ക്? ഹാപ്പിക്ക് ഗ്ലാഡ്. എന്താണ്? ഗ്ലാഡ്. GLAD, ഗ്ലാഡ് അല്ല റിച്ചാർഡ്? റിച്ചാർഡിനെല്ലാം കിട്ടി, നല്ല സന്തോഷം ഉണ്ട് ഏതായാലും. ആണോ റിച്ചാർഡ്? എല്ലാ വാക്കുകളും കിട്ടിയോ? അതുപോലെ ഹാപ്പി. സ്കേർഡ്. സ്കേർഡ് മീൻസ് അഫ്രൈഡ്. സ്കേർഡ് മീൻസ് അഫ്രൈഡ്, പേടിച്ചു പോയി. ആരാണ് കൈ കൊടുത്തത്? മുഹമ്മദ്. നാസ എന്തിനാ കൈ ഉയർത്തിയേ? അൺമ്യൂട്ട് ചെയ്തേ. ഞാനിപ്പോ ക്ലാസ് കയറിയത്. എന്നാ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേ. ഓക്കെ, പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 225. പേജ് നമ്പർ 225. പിന്നെ അതുപോലെ ആലോചിച്ച് ചെയ്താൽ മതി, തിരക്കൊന്നും ആക്കണ്ട ആരും കേട്ടോ. ആരും തിരക്കൊന്നും ആക്കണ്ട, ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് ഐ ലവ് ഫെസ്റ്റിവൽ. ഐ ലവ് ഫെസ്റ്റിവൽ. ആ പോർഷനും കൂടെ മതി നമുക്ക് പരീക്ഷയ്ക്ക്. ഒരുപാടാകുമ്പോൾ മക്കൾക്ക് പഠിക്കാൻ കുറേ ആയി. ഇനി 1, 2, ഒരു 3 എണ്ണം ഉണ്ട്, റിവിഷൻ വർക്ക്ഷീറ്റ് ഒക്കെ കിടപ്പുണ്ട്. അത് വേണ്ടാന്ന് വെക്കാം നമുക്ക് തൽക്കാലത്തിന് കേട്ടോ. ഐ ലവ് ഫെസ്റ്റിവൽസും കൂടെ മതി. ഓക്കെ, മിസ് നമുക്ക് സിലബസ് എടുത്ത് കണ്ടോ? സമയമൊക്കെ വെച്ച് സിലബസ് എടുത്ത് കണ്ടോ? നോക്കണേ. എന്നാ? തേഴ്സ്ഡേ 2nd 8:30 തോന്നുന്നു അല്ലേ? ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഐ ലവ് ഫെസ്റ്റിവൽ. ഫസ്റ്റ് വൺ, ലെറ്റ് us read about ഹോളി. ഹോളി ഈസ് കോൾഡ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. കണ്ടോ? നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. എന്താണ്? നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. ഹോളി ഈസ് കോൾഡ് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഓക്കെ, നിറങ്ങൾ എന്താണ് അവർ അന്നേരം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് മാർക്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് സ്പ്രിങ്. വസന്തകാലം വിടരാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് ആഘോഷിക്കുന്നത്. വി ഈറ്റ് ഗുജിയ ഓൺ ഹോളിഡേ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പക്കാവാട എന്ന് പറഞ്ഞ സാധനമില്ലേ മക്കളെ, എണ്ണയ്ക്കകത്തിട്ട് നടുക്കും, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ മധുരമായിരിക്കും. പഞ്ചസാരയും അവലും ഒക്കെ വറുത്തിട്ട് നമുക്കറിയാം, ബിനിയായിക്കറിയാം. ഓക്കെ, പഞ്ചസാരയും അവലും ഒക്കെ അല്ലെങ്കിൽ തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് ആ ഉള്ളിൽ വെച്ചിട്ട് ഒരു അടയ്ക്കുന്ന പോലെ, നമ്മുടെ കക്കയുടെ ഷെല്ല് അടയ്ക്കുന്ന പോലെ അടയ്ക്കും.
ഓക്കെ, അന്നേരപ്പോഴാണ് ആ ഡിസൈൻ കിട്ടുന്നത്. അത് എന്റെ കത്തിലെ പൊള്ളി വരും, അങ്ങനത്തെ സാധനമാണ് കേട്ടോ. പ്ലേ വിത്ത് കളേർഡ് വാട്ടർ ആൻഡ് ഗുലാൽ. ഗുലാൽ മീൻസ് നിറം എന്നാണ് അർത്ഥം കേട്ടോ, നിറമുള്ള പൊടി. അപ്പം വിച്ച് കളർ ഓഫ് ഗുലാൽ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഏത് കളറുള്ള പൊടിയാ നിങ്ങൾക്ക് ഇഷ്ടം? നമുക്ക് ആ കളി ഹോളി ആഘോഷം കുറവാണല്ലേ. മിസ്സൊക്കെ നോർത്ത് ഇന്ത്യയിൽ കുറച്ചാളുണ്ടായിരുന്നു, ഒരു 10 വർഷത്തോളം മിസ്സൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഹോളി ഉണ്ടാവുമായിരുന്നു. നമ്മളൊക്കെ മേത്തി പൊടി വീഴുന്നത് മടിച്ച് റൂമിനുള്ള അടച്ചിടാല് അവിടെ നമ്മളെ വന്ന് പിടിച്ച് വലിച്ചോണ്ട് പോകും. ഓക്കെ, അവരാണ് വെള്ള ഡ്രസ് ഇടും, എന്നിട്ട് അതിനിട്ടിട്ട് എല്ലാം പിന്നെ തലയിലും മുഖത്തൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ പല ഗ്രീൻ, യെല്ലോ, ബ്ലൂ, റെഡ്, ബ്ലാക്ക് ഇങ്ങനത്തെ പല ഇങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ എന്താ പറയണ്ടേ, കാണാനൊന്നും പറ്റില്ല, ഇങ്ങനെ നെല്ലൊക്കെ കൂട്ടിയിട്ടേക്കുന്ന പോലെ ഓരോ മാർക്കറ്റിൽ കട ഷോപ്പിന് മുമ്പിൽ പലതരത്തിലുള്ള പൊടികൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസം ആ ദിവസം കാണാൻ. എല്ലാ കടയിലും ഇതുപോലെ കളറുള്ള പൊടികൾ വെറുതെ ഇങ്ങനെ കൂട്ടി നമ്മളില്ല നെല്ലൊക്കെ കൂട്ടിയിടൂല്ലേ, പിന്നെ ഉണക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ പറയുമ്പോൾ അവർ ഓരോന്നിനും ഓരോ പാക്കറ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടിനകത്തോട്ടോ അല്ലെങ്കിൽ പേപ്പറിനകത്തോട്ടോ പോഞ്ഞു വരും. എന്നിട്ട് ഇത് ഒന്നെങ്കിൽ അത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ബലൂണിനകത്ത് കളർ വെള്ളം നിന്നിട്ട് ആ ബലൂൺ നമ്മുടെ മേത്തെറിഞ്ഞ് പൊട്ടിക്കും, അല്ലെങ്കിൽ ഏതെല്ലാം പൊടി കിട്ടുന്നു ആ പൊടിയെല്ലാം നമ്മുടെ മേത്ത്. അവസാനം നമ്മളെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല നമ്മൾ ആരാണെന്ന്. മുടിയോ അല്ല ഇങ്ങനെ എന്താ പറയണ്ടേ, പച്ചയും മഞ്ഞയും ഓറഞ്ച് കളറൊക്കെ മുടിയൊക്കെ ഇങ്ങനെ പൊടി. അതൊന്ന് കുളിച്ച് കഴുകിയെടുക്കണത് പാടറിയാവും. പിന്നെ വേഗം പോകുന്ന പൊടിയാണ്, എന്നാൽ നമ്മൾ അധികം വേണ്ട പറഞ്ഞ അവർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കൊണ്ട് വരച്ചു വെച്ചിട്ട് പോകും. നമുക്ക് പൊടി ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ പക്ഷെ മോശമല്ലേ, നമ്മൾ നിന്ന് കൊടുക്കും. ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും, തിരിച്ചു വരുമ്പോൾ കാണാൻ, വർക്കത്തിൽ വരുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും ഹോളി ആഘോഷം. ഓക്കെ, അങ്ങനെ അവർ ഹോളി കളിക്കുന്നതാണ്. ഇനി റൈറ്റ് Y for yes and റൈറ്റ് N for no. Diwali is called the festival of sweets. സ്വീറ്റ്സിന്റെ ഫെസ്റ്റിവൽ ആണോ ദീപാവലി? ദീപാവലി എന്താണ്? ദീപാവലി എന്താണ്? നമ്മുടെ ഇവിടുത്തെ ദീപാവലി. ദീപം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദീപം, വെളിച്ചം അല്ലെ, ദീപം വെളിച്ചം. അപ്പൊ വെളിച്ചത്തിന്റെ ഉത്സവമാണ്, ഫെസ്റ്റിവലാണ് ദീപാവലി. ഇവര് പറയുന്നത് സ്വീറ്റ്സിന്റെ മധുരത്തിന്റെ ഫെസ്റ്റിവൽ ആണെന്ന്. ആണോ? അല്ല അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, ദീപാവലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, ഇറ്റ് ഈസ് നോട്ട് സ്വീറ്റ്സ്. ഓക്കെ, ദെൻ ഈദ് കംസ് ആഫ്റ്റർ റംസാൻ അല്ലെ, അറിയാലോ. നമ്മുടെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പറഞ്ഞേ, അഫൂന എന്ന് പറഞ്ഞേ, എപ്പോഴാ വരുന്നത്? ഈദ് റംസാന് മുമ്പാണോ പുറകെ? എപ്പോഴാണ് ഈദ് ആഘോഷിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്തോ. റംസാൻ കഴിഞ്ഞിട്ടാ ചെയ്യുന്നല്ലേ. അപ്പൊ ഈ ഈദ് നമ്മള് ഈദ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് റംസാൻ. അപ്പൊ അന്ന് എന്തൊക്കെയാ ചെയ്യുക? ഈദിന്റെ ദിവസം എന്തൊക്കെയാ മക്കളെ ചെയ്യുക? അൺമ്യൂട്ട് ചെയ്തേ. എന്താ ചെയ്യാ? ബന്ധു വീട്ടിൽ പോവും, പള്ളി പോവും, പിന്നെ പുതിയ ഉപ്പായം വാങ്ങിക്കും. ഓക്കെ, വെരി ഗുഡ് അല്ലേ. ഈദിന് അവിടെ പറഞ്ഞ ഈദ് ഈസ് ദ എൻഡ് ഓഫ് റംസാന്റെ അവസാന ആഘോഷമാണ് ഈദാക്കുന്നത്. കംസ് ആഫ്റ്റർ റംസാൻ, ദാറ്റ് ഈസ് റൈറ്റ്. അടുത്ത ഓണം സദ്യ ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിങ് പൊങ്കൽ. പൊങ്കലിനാണോ ഓണം സദ്യ ഉണ്ടാക്കുന്നത്? അല്ല അല്ലേ. പൊങ്കൽ നമ്മുടെ ഉത്സവമല്ല, തമിഴ്നാട്ടുകാരുടെ ഉത്സവമാണ് അല്ലേ. സോ നമ്മൾ ഓണം കേരളീയരുടെയാണ്. നമ്മൾ അങ്ങനെ തിരിച്ചു പറഞ്ഞല്ല, ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ അതുണ്ട്. സോ ഓണത്തിന് ഓണസദ്യ വിളമ്പുന്നല്ലേ, അത് ഫാൾസ് ആണ്. ഓണത്തിന് ഓണസദ്യ വിളമ്പുന്നത്. ഇനി ഗുരുപർവ് ഈ സെലിബ്രേറ്റഡ് ടു റിമെമ്പർ സിഖ് ഗുരുസ്. അതെ, ദ ഡേ ഓഫ് ഗുരു, അതായത് ഗുരു നാനാക്കിനെ ഓർക്കാനാണ് അവർ ഓർക്കുന്നത്. ഗുരു പർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഡേ ഓഫ് ഗുരു എന്നാണ് കേട്ടോ. അത് സിഖുകാർ ആഘോഷിക്കുന്നതാണ്. പിന്നെ വരുന്നത് വി ഈറ്റ് സെവിൻ ഓൺ ദിസ് ഫെസ്റ്റിവൽ. എവിടാടോ? മോള് പറഞ്ഞത് പറയാൻ പറ്റുമോ? വി ഈറ്റ് സെവിൻ സിവൈൻ ഓൺ ദിസ് ഫെസ്റ്റിവൽ. ഈദിന് കഴിക്കുന്നതാണല്ലേ. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ആരാ ഉള്ളത്?
മിസ്സിന് അറിയില്ല കേട്ടോ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. മിസ് നോക്കി പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി യൂട്യൂബിൽ നോക്കി, അന്നേരം അതിന്റെ റെസിപ്പിയും ചിത്രമൊക്കെ കണ്ടു കേട്ടോ, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നുള്ളതിന്റെ കണ്ടു. നിങ്ങളോട് പറഞ്ഞു തരണ്ടേ, മിസ്സിന് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങളോട് പറയാൻ വേണ്ടി മിസ് നോക്കി എന്താ സാധനം എന്ന് കണ്ടുപിടിച്ചു കേട്ടോ. അടുത്തത്, വി സെലിബ്രേറ്റ് ദിസ് ഫെസ്റ്റിവൽ ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ. ഡിസംബറിന്റെ അവസാനത്തെ ആഴ്ച ആഘോഷിക്കുന്നത് എന്താണോ? അതേതായിരിക്കും? ഓണമാണോ, ദസറയാണോ, ഈദാണോ, ക്രിസ്മസ് ആണോ? നമുക്ക് അവധിയൊക്കെ കിട്ടും അന്നേരം. ഇപ്പം ആരാണ്? ഇഷികരാജ് എന്തോ പറയുന്നുണ്ട്. ഇഷിക അൺമ്യൂട്ട് ചെയ്തേ. ഗുഡ്, ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട് അല്ലേ? എക്സാം കഴിഞ്ഞ് നമുക്ക് വെക്കേഷൻ കിട്ടുന്നുണ്ട്, അതിന്റെ കാര്യം നല്ല ഓർമ്മയുണ്ടല്ലേ ക്രിസ്മസിന്. ഓക്കെ, ഗുഡ്. രാമലീല ഈസ് പെർഫോംഡ് ഡ്യൂറിങ് ദിസ് ഫെസ്റ്റിവൽ. എപ്പോഴാണോ രാമലീല? ദസറയ്ക്കാണ് കേട്ടോ. ദസറയ്ക്ക് ആഘോഷിക്കുന്നതാണ് രാമലീല. ഇനി വി ഡെക്കറേറ്റ് അവർ ഹൗസസ് വിത്ത് പൂക്കളം ഓൺ ദിസ് ഫെസ്റ്റിവൽ. പൂക്കളം കൊണ്ട് നമ്മൾ എപ്പോഴാണ് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നേ? എപ്പോഴാണ് പൂക്കളം? ഓണത്തിനല്ലേ? അപ്പം ഓണം. അപ്പം മനസ്സിലായല്ലോ. ഒന്നാമത്തേത് ഈദ്, രണ്ടാമത്തേത് ക്രിസ്മസ്, മൂന്നാമത്തേത് ദസറ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രമേ എടുക്കുന്നേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഐ സ്പൈ മുതൽ ഐ ലവ് ഫെസ്റ്റിവൽസ് വരെയാണ് GK-യുടെ ഫസ്റ്റ് സെം എക്സാമിന് വരുന്നത്. ക്ലിയർ ആയല്ലോ? അതിനകത്ത് ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് തീരുന്നില്ല, നിർത്താം. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗത്ത് നിന്ന് വഴിയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് നോക്കിയിട്ട് പോവാം. റിവിഷനെ ജസ്റ്റ് വേഗം ഒന്ന് നോക്കാം. ഓക്കെ. നമ്മുടെ 4th ചാപ്റ്ററിന്റെ വരെയാണ് ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞത്. ഓക്കെ. ഒന്നാമത്തെ ഐ സ്പൈസിൽ ആനിമൽ ഫ്രണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ. പേജ് നമ്പർ 214. പേജ് നമ്പർ 214 ഐ സ്പൈസിൽ ആനിമൽ, ഒരു 5 ആനിമൽ, വൈൽഡ് ആനിമൽസിന്റെ പേരെങ്കിലും എഴുതാൻ പഠിച്ചിരിക്കണം കേട്ടല്ലോ. പിന്നെ മിസ് ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ടില്ലേ? ആ ക്ലാസ് ടെസ്റ്റിലെ ആൻസേഴ്സും ചെയ്യാൻ പഠിക്കണം. കൂടാതെ വൺസ് അപ്പോൺ എ ടൈമിനകത്തും 1 വേർഡും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഓക്കെ. നിങ്ങൾ ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കി പഠിച്ചാൽ മതി. സെക്കൻഡ് ലെസൺസിൽ പിന്നെ ഈ അലാദിൻസ് ജീൻ കെയിം ഔട്ട് ഓഫ് ദിസ്. ആൻസർ ഈസ് ലാമ്പ് അല്ലേ? ദ സ്മോൾ ആനിമൽ വോൺ എ റേസ് വിത്ത് ഹെയർ, ദാറ്റ് ഈസ് ടോർട്ടോയിസ്. The fox could not reach them and called them sour, that is grape അല്ലേ? പിന്നെ the elves made this for shoemaker, shoe അല്ലേ? ഓക്കെ, ഗുഡ്. പിന്നെ ഓൺ മൈ പ്ലേറ്റിൽ പ്രൊട്ടക്റ്റീവ് ഫുഡ് ഏതാണ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ഏതാണ്, എനർജി ഗിവിംഗ് ഫുഡാണ്. ഇപ്പോൾ പേര് തന്നിട്ട് അതെന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എക്സാമ്പിൾസ് എഴുതാൻ പറയും. ബോഡി ബിൽഡിംഗ് ഫുഡിന് 3 എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ എനർജി ഗിവിംഗ് ഫുഡിന് 3 എക്സാമ്പിൾ എഴുതുക. അങ്ങനെ എക്സാമ്പിൾ എഴുതാൻ എന്തെങ്കിലും പറയും. ഓക്കെ. ദെൻ ടാറ്റാ നെഹ്റുവിൽ ഇതുപോലെ തന്നെ 1 വേർഡ് ഉണ്ട്, നെയിം ദ ഫോളോയിങ് ഉണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി വി ആർ എ ടീമില് ഈ ഖോ, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ് ഇതിലൊക്കെ എത്ര മെമ്പേഴ്സ് ആണ് കളിക്കുന്നത് പഠിക്കണം കേട്ടോ. ഖോ, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ് അതിലെ പ്ലെയേഴ്സ് എത്ര ഉണ്ടെന്നുള്ള നമ്പേഴ്സ് പഠിക്കണം. ക്ലിയർ? പിന്നെ ഹെൽപ്ഫുൾ ഓർ ഹാംഫുളിനകത്ത് റോങ് ആണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതാൻ പഠിക്കണം അല്ലേ? വാഷിംഗ് ക്ലോത്ത്സ് ഓർ പിന്നെ ബാത്തിങ് കൗ ഇൻ ദ റിവർ അങ്ങനെ ചോദിച്ചാൽ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് എഴുതാൻ പഠിക്കണം. ഓക്കെ. വേസ്റ്റിംഗ് ടു മച്ച് വാട്ടർ അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് പഠിക്കുക. പിന്നെ മിക്സപ്പിനകത്തൊന്നും ഒന്നുമില്ല. ഓക്കെ. മിക്സപ്പിനകത്തൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അടുത്തത് വാട്ട് ഡിഡ് ദേ യൂസിനകത്ത് എന്താ ഉണ്ടാവുക? വാട്ട് ഡിഡ് മമ്മി യൂസ് ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ്, ക്യാമറ അല്ലേ? അതുപോലെ ഗ്രാൻഡ് ബാ യൂസ് ദിസ് ടു മേക്ക് കട്നി അല്ലേ? അത് എന്താണ്? നമ്മുടെ ഗ്രൈൻഡർ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബി മൈ ഫ്രണ്ടിനകത്ത് ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആന്റിനെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ബേർഡ് ആണല്ലേ? എന്നാൽ അതുപോലെ ബേർഡ് ക്യാച്ചറിൽ നിന്നും ബേർഡിനെ രക്ഷിച്ചത് ആരാണ്? ബേർഡ് ക്യാച്ചറിൽ നിന്നും ബേർഡിനെ രക്ഷിച്ചത് ആരാണ്? ആൻഡാണല്ലേ? അപ്പൊ ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇനി അവർ ഗ്രീൻ ഫ്രണ്ട്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. അവർ ഗ്രീൻ ഫ്രണ്ട്സ്
Okay. The leaves of these plants are used to make a drink. The leaves of these plants are used to make a drink. അല്ലെ അതെന്താണ്? ടീ അല്ലെ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്? ടീ. We make sugar from the juice of stem of this plant. അല്ലേ, ഷുഗർ എന്തുണ്ടാക്കുന്നതാണ്? അതിന്റെ പേരിൽ തന്നെ ഉത്തരമുണ്ട്, ഷുഗർ കെയിന്. പിന്നെ the leaves of this plant help cure cough and cold. കഫ് ആൻഡ് കോൾഡ് നിന്ന് രക്ഷിക്കാൻ വേണ്ടി തുളസി ഉപയോഗിക്കും. We use this seed to this plant to make oil. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി. അത് നമ്മുടെ മസ്റ്റാർഡാണ്, കടുകാണ്. കടുകെണ്ണ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന കുറവാണെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കടുകെണ്ണയ്ക്ക് വളരെ പ്രിയമുള്ളത്. Paper is made from this plant, that is bamboo. Gum is made from the juice of this tree. അത് കീർക്കാർ, കരിവേലകം എന്ന് പറയുന്ന അത്. പിന്നെ സെയ്മസും പിന്നെ ഐ ലവ് ഫെസ്റ്റിവലും കൂടെ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് പിന്നെ ഈ 4th ലെസന്റെ വരെ മിസ്സിന് ക്ലാസ് ടെസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് മാറ്റെല്ലാം കൂടി ഒരു ക്ലാസ് ടെസ്റ്റ് വേണോ അതോ ഇനി എക്സാമിന് വേണ്ടി മാത്രം മതിയോ? നിങ്ങൾ പറയുന്ന പോലെ മിസ് ചെയ്യാം. കൈ ഉയർത്തിക്കോ. പറഞ്ഞ ശനിയാഴ്ച ഈ 5th ചാപ്റ്റർ മുതൽ ഐ ലവ് ഫെസ്റ്റിവൽ വരെയുള്ളതിന്റെ ക്ലാസ് ടെസ്റ്റ് മിസ് ഇടണോ അതോ നിങ്ങൾ തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതോളുമോ? നമ്മുടെ മുമ്പിൽ ഇനി ആകെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് പിന്നെ നമ്മുടെ സെം എക്സാം തുടങ്ങും. അതുകൊണ്ടാണ് മിസ് ഓപ്ഷൻ ചോദിക്കുന്നത്. എന്താ ചെയ്യേണ്ട മിസ്? ക്ലാസ് ടെസ്റ്റ് ഇടണോ അതോ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചോളും മിടുക്കന്മാരായിട്ട് വ്യാഴാഴ്ച തന്നെ? റിച്ചാർഡ് എന്തോ പറയുന്നുണ്ട്. എന്താ റിച്ചാർഡേ? അൺമ്യൂട്ട് ചെയ്തോ. ക്ലാസ് ടെസ്റ്റ് ഇട്ടാ മതി. ഞാൻ ശനിയാഴ്ച ഇടട്ടെ? ശനിയാഴ്ച ഇടട്ടെ? ഗുഡ്. ജിയ എന്ത് പറയുന്നു? ജിയ മോളെ ഇടണോ? ബുദ്ധിമുട്ടാവുമോ? വേണ്ട. ഏഞ്ചൽ ബെന്നി എന്ത് പറയുന്നു? ഏഞ്ചൽ ബെന്നിക്ക് എന്ത് പരീക്ഷ വേണോ വേണ്ടയോ? വ്യാഴാഴ്ചത്തേക്ക് തന്നെ പഠിച്ചോളുമോ അതോ അതിന്റെ റിവിഷൻ എന്ന രീതിയിൽ മിസ് ഈ ചാപ്റ്റേഴ്സിന്റെ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തണോ? പരീക്ഷ ഇടുന്ന നല്ലതല്ലേ? ഓക്കെ. അനുഗ്രഹം എന്ത് പറയുന്നു? അപ്പൊ ഒരാള് വേണ്ട എന്ന് പറഞ്ഞു, 2 പേര് വേണമെന്ന് പറഞ്ഞു. അനുഗ്രഹം എന്ത് പറയുന്നു? ആൺമ്യൂട്ട് ചെയ്തേ മോളെ. എന്ത് മനസ്സിലായില്ല? കേട്ടില്ല മിസ്. പരീക്ഷ ഇട്ടു 3 പേര് പറഞ്ഞു. നീലാഞ്ജന എന്താ പറയുന്നേ? നീലാഞ്ജന എന്താ ഇട്ടോളാൻ? ഓക്കെ. ദേവർഷ എന്താ പറയുന്നേ? ക്ലാസ് ടെസ്റ്റ് ഇടാ അല്ലേ? ഇട്ടാ പഠിക്കണം മക്കള്. എന്നാ പിന്നെ നിങ്ങൾക്ക് തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്ക് ഈസി ആവും. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ സാവിയോ ജിയോ എന്താ പറയുന്നേ? സാവിയോ എന്താ പറയുന്നേ? ഇട്ടോട്ടെ. ഓക്കെ. നാസ എന്താ പറയുന്നേ? ക്ലാസ് ടെസ്റ്റ് ഇട്ടോന്നാണ്. ഇനി ഇതിനോട് ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ? പരീക്ഷ വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ബിയോണ്ട് ചിരിച്ചോണ്ട് അവിടെ കിടക്കുക. അവള് 100% സമ്മതമാ. ദീക്ഷിതിനാണെ നല്ല ചിരിയാ. ദീക്ഷിതിനാണെ നല്ല ചിരി വരുന്നുണ്ട്. ഓക്കെ. പറ. കുറച്ച് ആദ്യം നമുക്ക് ഏതായാലും നിങ്ങൾ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് പഠിക്കണ്ടേ? അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ഒന്ന് വേഗം പഠിച്ചു കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? റെഡിയാണോ മക്കളെ? ബുദ്ധിമുട്ടാണെ മിസ് ഇടൂല, ഇല്ലെങ്കിൽ ഇടും. ഏബൽ മാത്യു ഒക്കെ എന്തു പറയുന്നു? കീർത്തി എന്താ പറയുന്നത്? കീർത്തിയെ എന്താ പറയുന്നേ? നമുക്ക് ശനിയാഴ്ച ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തണോ വേണ്ടയോ? മക്കള് പറയുന്ന പോലെ മിസ് നടത്തുള്ളൂ. അൺമ്യൂട്ട് ചെയ്തേ. വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ പഠിക്കുക. അമ്മ കുഞ്ഞുവാവ ശല്യപ്പെടുത്താൻ വരുന്നുണ്ടല്ലേ? ഓക്കെ. സാവിയോ പറഞ്ഞു യെസ് എന്ന്. അഫ്രാസ് എവിടെ പോയി? അവനെ കാണുന്നില്ലോ.
ആരവ് എന്താ പറയുന്നത് നോക്കട്ടെ. കേട്ടില്ല മക്കളെ. ഇട്ടാല് എളുപ്പം. ഓക്കെ, ക്ലാസ് ടെസ്റ്റ് ഇട്ടാല് തേഴ്സ്ഡേയുടെ സെം എക്സാം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈസി വരും അല്ലേ? വരുമോ? ദീക്ഷിത്, അയാന്, ഐഫുന, അശ്വിനി എന്നാ പറയുന്നത് നോക്കട്ടെ. അശ്വിനി ഇവിടെ കിടക്കുക. ഓക്കെ, അശ്വിനി എന്താ പറയുന്നത്? ആർ യു റെഡി ഫോർ എക്സാം ഓർ നോട്ട്? യെസ്, വെരി ഗുഡ്. ഇനി ആരാണ്? നമ്മുടെ ഡാനിയൽ കുട്ടൻ എന്താ പറയുന്നത് നോക്കട്ടെ. ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഡാനിയലേ, എന്താ മോന്റെ അഭിപ്രായം? എന്റെ ദൈവമേ, കഷ്ടമായി പോയിട്ടോ. ഒരഭിപ്രായവും ഇല്ല. മിസ് പരീക്ഷ ഇട്ടാ ഞാൻ എഴുതും, മിസ് പരീക്ഷ ഇട്ടില്ലെങ്കിൽ ഞാൻ എഴുതൂല അല്ലേ? അല്ലേ? ഓക്കെ, അതെ. നമ്മുടെ ജോവിൻ ആൻഡ് ജോയൽ എന്ത് പറയുന്ന നോക്കൂ. അവർ രണ്ടുപേരുണ്ടല്ലോ, എപ്പോഴും രണ്ടുപേരുടെ അഭിപ്രായം നമ്മൾ മാനിക്കണ്ടേ? ഒരു കുഞ്ഞു ഒരു ഉണ്ട്. എന്താ ജോവിനും ജോയലും ഒക്കെ പറയുന്നത്? അൺമ്യൂട്ട് ചെയ്തേ. യാ, വെരി ഗുഡ്. അപ്പൊ 1-2 പേരുടെ മുഖം കണ്ടപ്പം മിസ്സിന് മനസ്സിലായി വിഷമമാണ്. ബാക്കി എല്ലാവരും ഓക്കെ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇടാം, ഒരുപാട് സമയമൊന്നും എടുക്കൂല അല്ലേ? ഒരു നിങ്ങളല്ലേ, നിങ്ങൾ അന്നേ നമുക്ക് വെക്കേഷൻ, അന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലേ? അന്ന് നമുക്ക് വലിയ ക്ലാസ്സിൽ ഇവിടെ ലീവ് ഒക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ പറ, സമയം പറ. ഒരു 6 o'clock ഇടട്ടെ? അത് കഴിഞ്ഞപ്പോൾ മക്കൾ ഉറങ്ങിപ്പോവില്ലേ? മിസ്സിന് 7:30 വേറെ 2 ക്ലാസ്സിന് എക്സാം ഉണ്ട്. അന്നത്തേക്ക് നിങ്ങൾ ഉറങ്ങിപ്പോവില്ലേ? ഒരു 6 മണിയാകുമ്പോൾ ഇടട്ടെ? റെഡിയാണോ? 6 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കമൊക്കെ വരുമോ? ഇല്ലല്ലോ. ഇല്ല, അലൻ ജോസഫ് റെഡിയാണ്. ഒരു 6 മണിയാകുമ്പോൾ ഇടട്ടെ? ഓക്കെ, സാവിയോ പറഞ്ഞു ഓക്കെ. അപ്പം പിന്നെ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഒന്ന് ജസ്റ്റ് റിവിഷൻ നടത്തിയാൽ പോരെ. അതിനു മുമ്പ് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് അയക്കണേ. ഇനി കുറച്ച് മക്കളുടെ ബാക്കി എല്ലാം നിങ്ങൾ വളരെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആയത്. എന്ത് പറഞ്ഞാലും മക്കൾ വേഗം ചെയ്തയക്കും. ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടല്ലോ, ഇടയ്ക്ക് വഴക്ക് പറയേണ്ടി വരും, നോട്ട് എന്ത് ചെയ്യടാന്ന് ചോദിച്ചിട്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ അത്രയ്ക്കൊന്നും ഇല്ല, നല്ല മക്കളാ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിച്ചാൽ മതി, മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരാം. ഇനി നമുക്ക് ആകെ 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളത്. ആരാണ്? നൈല. ഓക്കെ, പറഞ്ഞോ മോളെ, പറ. കേട്ടില്ല. എന്താണ്? നമ്മളുടെ GKയുടെ എക്സാം നമ്മൾ 4th ചാപ്റ്ററിന്റെ വരെ എഴുതിയത്. ഇനി വി ആർ എ ടീം ആൻഡ് ഹെൽപ്ഫുൾ ഓർ ഹാംഫുൾ, ദെൻ പിന്നെ വാട്ട് ഡിഡ് ദേ യൂസ്, ബി മൈ ഫ്രണ്ട്. അതിനകത്ത് എല്ലാത്തും കൂടെ ഒരു 10 ക്വസ്റ്റ്യന് ചാൻസ് ഉള്ളൂ. അവർ ഗ്രീൻ ഫ്രണ്ടും സെയിമസും പിന്നെ ഐ ലവ് ഫെസ്റ്റിവലും എല്ലാം കൂടെ ഒന്നൊരു 10-15 ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉള്ളൂ അതിനകത്തുനിന്ന്. അതെല്ലാം കൂടി മിസ് ഒരു എക്സാം ഇടട്ടെ എന്ന്. റെഡിയാണോന്ന്? അറ്റ് 6 o'clock. റെഡിയാണോ മക്കളെ? മിസ് ആരാണ്? നിവേദ്യ. PR എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ മക്കളെ PR എന്ന് പറഞ്ഞാല്? നമ്മുടെ സമയം പോകാൻ പോന്നു. 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു എക്സാം എഴുതി നോക്കാം അല്ലേ? റെഡി? ഓക്കെ, റെഡി, ഗുഡ്. ഓക്കെ, റെഡിയാണോ? നമ്മളെ 32 സ്റ്റുഡൻസേ ഉള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? 14 സ്റ്റുഡൻസ് ആബ്സെന്റാ. അവരെന്ത് ചെയ്യും അറിയില്ല അല്ലേ? അവരെ ഉണ്ടെങ്കിൽ പറഞ്ഞേരെ, ഞാൻ മിസ് വോയിസ് ഇട്ടേക്കാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, ഓക്കെ, ഗുഡ്.
ഇതെന്താടായി വരുന്നത്? ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. നല്ല മക്കളാണ്, നന്നായി പഠിക്കണേ. കുറുമ്പ് കാണിച്ചോ, പക്ഷെ എന്നാലും പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ചുകൂടി പഠിക്കാണ് കേട്ടോ. ബുക്കൊക്കെ നല്ല മക്കളാ, ചിത്രമൊക്കെ നന്നായിട്ട് ഒട്ടിക്കുന്നുണ്ട്. മിസ്സിന് ഒത്തിരി ഇഷ്ടമാണ് മക്കളുടെ ബുക്ക് നോക്കാൻ. ഓക്കെ, പക്ഷെ കൃത്യ സമയത്ത് മിസ് നോക്കാൻ പറ്റില്ല. 126 സ്റ്റുഡൻസിന്റെ നോട്ട് നോക്കണം മിസ്സിന് ഒരാഴ്ചയിൽ. അന്നേരം നിങ്ങളുടെ കുറച്ച് പൊറോട്ടൊക്കെ ആയി പോകും കേട്ടോ. എന്നാലും മിസ് കാണുന്നുണ്ടേ. റെഡി? ബൈ.